ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ദില്ലിയിൽ ഇസ്രായേൽ എംബസിക്ക് സമീപം തീവ്രത കുറഞ്ഞ സ്ഫോടനം നടത്തിയ 2 പേർ പോലീസ് കസ്റ്റഡിയിലാണ് എന്നൊരു വാർത്ത തന്നെയാണ് വിവിധ മാധ്യമങ്ങൾ നൽകുന്നത്. അതല്ല, ഈ 2 പ്രതികളെ തിരിച്ചറിഞ്ഞു എന്നാണ് പല ദേശീയ മാധ്യമങ്ങളും വാർത്ത നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്നലെ തന്നെ സാക്ഷിമൊഴികൾ ലഭ്യമായിരുന്നു. ത്വരിതഗതിയിലുള്ള അന്വേഷണവും ആരംഭിച്ചിരുന്നു. 2 പ്രതികളെ CCTV ദൃശ്യങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. ഏതായാലും വളരെ വേഗത്തിൽ അന്വേഷണ ഏജൻസികൾ നടത്തിയ നീക്കമാണ് 2 പ്രതികളെ കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു സംഘടനയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മറ്റു പ്രധാനപ്പെട്ട ഒരു വിവരം. അത് ഏത് സംഘടനയാണ് എന്നുള്ള വിവരങ്ങൾ ഒരുപക്ഷെ അല്പസമയം കൂടി കഴിഞ്ഞ്, ഇല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം അറിയാൻ കഴിയുമായിരിക്കും. കാരണം ഈ പ്രതികൾ കസ്റ്റഡിയിലാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഉറപ്പായും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണെന്നുള്ളത് പോലീസ് വ്യക്തമാക്കുക തന്നെ ചെയ്യും. ഏതായാലും NIA ഉൾപ്പെടെ അന്വേഷിക്കുന്ന ഒരു കേസ് തന്നെയാണ്. വളരെ ത്വരിതഗതിയിലുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ 2 പ്രതികൾ വലയിലായതായി സൂചന വരുന്ന ന്യൂസ് ഇന്ത്യ മലയാളം.